വിത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതങ്ങനെ ദേവദാസനെ ഞങ്ങൾ ആദത്തിന്റെ വിത്തിന്റെ ഉള്ളിലുണ്ടാണ്. അതാണ് വിത്തിന്റെ ശക്തി. വിത്തിന്റെ ശക്തി വളരെ കൂടിയതാണ്. ഒരു വിത്ത് അമ്മച്ചിയുടെ അടുക്കളയിൽ ടിന്നിന്റെ ഉള്ളിൽ ഇരുന്നാൽ കരിയില്ല. അതങ്ങനെ ഇരിക്കും കാലങ്ങളോളം. അടുക്കളയുടെ അടി കിടന്നാൽ കരിയില്ല, അവിടെ വർഷങ്ങളോളം ഇരിക്കും. എന്നാൽ ആ വിത്ത് എടുത്തിട്ട് ഒരൽപ്പം നനവുള്ള മണ്ണില് പാകിയ, ചിന്തിച്ചേ, ഒരു ചക്കക്കുരു അത് പാകി, എന്ത് സംഭവിക്കും? അത് മുളയ്ക്കും, അത് വലുതാകും. അനേക ചക്കകൾ ഉണ്ടാകും അതില്. ഓരോ ചക്കകളുടെ ഉള്ളിലും 50 മുതൽ 100 വരെ വിത്തുകൾ വീണ്ടും ഉണ്ടാകും. ഒരു കാര്യം ചെയ്യണം, ഈ വിത്തുകളെല്ലാം എടുത്ത് വീണ്ടും ഒന്ന് പാകുക. ആയിരക്കണക്കിന് മരങ്ങളുണ്ടാകും. ഈ പ്രോസസ് വീണ്ടും ചെയ്യേ, എന്ത് സംഭവിക്കും? വലിയ ഒരു കാട് തന്നെയായി തീരും, ഇല്ലയോ? ഈ വലിയൊരു കാടായി തീർന്നു. ഇനി എന്ത് ചെയ്യണം? ഒന്ന് ചിന്തിച്ചേ. ഈ കാട് മുഴുവൻ നേരത്തെ എവിടെ ഇരുന്നിരുന്നേ? ഒരു കൊച്ചു ചക്കക്കുരുവിന്റെ ഉള്ളിലായി ഇത്രയും വലിയ കാട് ഇരുന്നിരുന്നേ. മനസ്സിലായോ? വിത്തിന്റെ ശക്തി മനസ്സിലായോ? ഇതാണ് വിത്തിന്റെ ശക്തി. സ്തോത്രം. ഇതുപോലെ വചനമാകുന്ന വിത്തിന്റെ ശക്തി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇതേപോലെ തന്നെ ആദം എന്നൊരൊറ്റ വിത്തെ കർത്താവ് ഇട്ടോളൂ. ആ വിത്തിന്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? നമ്മളെല്ലാം അതിന്റെ ഉള്ളിലുണ്ട്. മനസ്സിലായോ? നാളെ ജനിക്കാൻ പോണവനും അതിന്റെ ഉള്ളിലുണ്ട്. സ്തോത്ര. എല്ലാ സമയത്ത് വന്നുകൊണ്ടേ ഇരിക്കുകയാ. ഇതാണ് ജെറമിയോട് പറയുന്ന കാര്യമില്ലേ? ജെറമിയ 1:5 കർത്താവ് പറയുന്ന കാര്യമുണ്ട്. ഒന്ന് വായിച്ച്. ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ യൂണിഫോമിന്റെ ഉള്ളിൽ ഉരവാകുന്നതിന് മുമ്പ്, യൂണിഫോം ഉണ്ടല്ലോ, ഏതാ യൂണിഫോം? ശരീരം. ഈ ശരീരത്തിന്റെ ഉള്ളിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു. കാരണം നീ ആദത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. സ്തോത്രം. മനസ്സിലായോ? പിന്നെ നീ ആദത്തിന്റെ ഉള്ളിൽ ഉരുവാകുന്നതിന് മുമ്പ് എനിക്കറിയാം. കാരണം ആദത്തിന്റെ ഉള്ളിൽ ഉരുവാകുന്നതിന് മുമ്പ് നീ എന്റെ ഉള്ളിലുണ്ടായിരുന്നു. മനസ്സിലായോ? നീ എവിടെന്നാ പോന്നേ? അപ്പോഴല്ലേ നീ പുറത്തേക്ക് വന്നേ, ഇല്ലേ? ആ ഒരൊറ്റ ഊതില് ഇതൊക്കെ ഉണ്ടായിരുന്നു. സ്തോത്രം. അപ്പോൾ ദൈവത്തിന് നമ്മളെ കുറിച്ചൊക്കെ നന്നായിട്ടറിയാം. നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു കഴിഞ്ഞു. സ്തോത്രം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ ആദം എന്ന വിത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. തുടർന്ന് ദൈവം ഓരോരുത്തർക്കും ഓരോ സമയം വെച്ചിട്ടുണ്ട്. ഇന്ന സമയത്ത് മേരി പോണം, ഇന്ന സമയത്ത് പത്രോസ് പോണം, ഇന്ന സമയത്ത് ശാന്തമ്മ പോണം, ഇന്ന സമയത്ത് ജോൺസൺ പോണം. അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പോയിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ താഴേക്ക് വന്നു. ലോകമാകുന്ന ഫിൽറ്ററിലൂടെ നമ്മൾ ഓരോരുത്തരും മുന്നോട്ടേക്ക് പോവുകയാണ്. ഇവിടെയാണ് ആ ചെക്ക് പോസ്റ്റ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോ വേൾഡ് ഈസ് ലൈക്ക് എ ഫിൽറ്റർ. അതായത് ഈ ലോകം എന്ന് പറയുന്ന ഒരു അരിപ്പയ്ക്ക് തുല്യമാണ്. അരിപ്പയ്ക്ക് തുല്യം പിശാചാണ് ഇവിടുത്തെ ലീഗലല്ല, ഇല്ലീഗലായിട്ടുള്ള റൂളർ. ഈ ഭാഗമാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടത്. ഇതാണ് ഹേഡിസ് അല്ലെങ്കിൽ ഗഹന എന്ന് പറയുന്ന ആ രണ്ട് ഭാഗങ്ങൾ. രണ്ട് തട്ടായിട്ടൂടെ കാണിച്ചിരിക്കുകയാണ്. ഈ ഭാഗമാണ് ധനവാൻ കിടന്നിടം. ആ താഴ്ന്ന് കാണിച്ചിരിക്കുന്നുണ്ടോ? യാതന സഹിക്കുന്ന ഇടം. പിന്നെ ഇതിന്റെ നടുവിൽ ഒരു ഗർത്തം കാണിച്ചിരിക്കുകയാണ് റെഡ് കളറില്. ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ
ഒരു വലിയ ഒരു ഗർത്തം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. തുടർന്ന് ഇത് ഗഹന്ന. ഇവിടെയാണ് അബ്രഹാമും ലാസറും മരിച്ച വിശുദ്ധന്മാരെല്ലാം ആയിരുന്നത്. എന്നാൽ ഇതിന്റെ താക്കോൽ സാത്താന്റെ കയ്യിലായിരുന്നു. യേശു ക്രിസ്തു ഈ അധികാരം, താക്കോൽ എന്ന് ഉദ്ദേശിക്കുമ്പോൾ അധികാരമാണ് കേട്ടോ. കീ എന്ന് പറയുമ്പോൾ എപ്പോഴും അധികാരം, നമ്മൾ എപ്പോഴും പെട്ടെന്ന് ഈ താക്കോലിന്റെ കാര്യത്തിൽ പോകും. അധികാരമാണ്. ഈ അധികാരമാണ് കാൽവരി ക്രൂശിലെ യാഗത്തിന് ശേഷം കർത്താവ് പിടിച്ചു വാങ്ങുവാനായിട്ട് ഇടയായ. തുടർന്ന് ഇവിടെ ഉള്ളവരെ മുഴുവൻ കർത്താവ് ഉയരത്തിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഈ ഗേറ്റിൽ, ഇനി ഗേറ്റ്, ഈ യേശുവിനെ സ്വീകരിച്ച ആർക്കും ഗേറ്റ് ഇല്ല. അതായത് പിശാചിന്റെ ഗേറ്റ്, അതായത് ഗേറ്റ് ഓഫ് ഹേഡിസ്, അതായത് പാതാളത്തിന്റെ ഗേറ്റ്, ചെക്ക് പോസ്റ്റ്, ഇനി അത് കൂടി കടക്കേണ്ട ആവശ്യം ഇല്ല. ഇനി നമ്മൾ ഇവിടുന്ന് മാറ്റപ്പെട്ട യൂണിഫോം, ശരീരം എന്ന യൂണിഫോം ഇവിടെ ഇട്ട് ഇവിടുന്ന് മാറ്റപ്പെട്ടാൽ നമ്മൾ നേരെ നമ്മളായിരിക്കുന്ന പൊസിഷനിൽ തന്നെ ഫില്ലാവും. ഇതാണ് ക്രിസ്തുവിന്റെ സഭ. ഇത് ശിരസ്. ചിന്തകൾ മുഴുവൻ, തല ക്രിസ്തു എന്ന് പറഞ്ഞാൽ ചിന്തകൾ മുഴുവൻ ക്രിസ്തുവിൽ നിന്ന്. നമ്മുടെ ചിന്തകൾ ഉപയോഗിക്കരുത്, കാരണം കറപ്റ്റഡാ. നമ്മളെ ചിന്തകൾ ഉപയോഗിച്ചാൽ നാം പരാജയപ്പെടും, സ്ട്രഗിളിൽ പെടും. ഒരു സ്ട്രഗിളിൽ പെട്ടാൽ നമ്മുടെ സമയം വളരെ നഷ്ടമാകും. കാരണം സമയമാണ് കളയാത്ത നമുക്ക് വേണ്ടത്. സ്തോത്രം. ജനത്തിന് അറിഞ്ഞുകൂടാ, പിശാച് വളരെ തന്ത്രശാലിയാ. ഇന്ന് ദൈവജനത്തിന്റെ, ദൈവദാസന്മാരുടെ സമയം പുള്ളി അപഹരിക്കുക. എങ്ങനെ? അവരെ ബിസിയാക്കും. എന്തിൽ? അവരുടെ ഇഷ്ടമുള്ള പ്രവൃത്തികളിൽ അവരെ ബിസിയാക്കും. അവരുടെ ഇഷ്ടമുള്ള പ്രവൃത്തികളിൽ ബിസിയാക്കിയിട്ട് ദൈവത്തിന്റെ ഇഷ്ടമുള്ള പ്രവൃത്തികൾ കേൾക്കുവാനോ ചെയ്യുവാനോ അവർക്ക് സമയം കൊടുക്കില്ല. എപ്പോ ചോദിച്ചാലും ബിസി. വൈ ബിസിന്നേ? ഏതില്? ഭയങ്കര തിരക്ക്. അവിടെ പരിപാടി, ഇവിടെ പരിപാടി, ഇവിടെ പരിപാടി, ഇവിടെ പരിപാടി, ഇവിടെ പരിപാടി, ഇവിടെ പരിപാടി, ഇവിടെ പരിപാടി. They are busy for wrong assignment. അവനവന്റെ ഇഷ്ടത്തിലുള്ള കുറെ അസൈൻമെന്റുകളിലെ തിരക്കാ. സമയം എന്ന് പറഞ്ഞാൽ ഇതൊരു പ്ലാറ്റ്ഫോം കറൻസിയാ. ഇതൊരു കറൻസിയാ സമയം. പ്ലാറ്റ്ഫോം കറൻസി. ഈ കറൻസി കൊണ്ട് നമുക്ക് വിലയ്ക്ക് വാങ്ങാം ജീവൻ. സമയത്തിന്റെ മുകളിൽ പ്രവർത്തിക്കുന്ന രണ്ട് കറൻസിയാണ്. ഒന്ന് എക്കണോമിക് കറൻസി, നമ്മുടെ പോക്കറ്റിലുള്ള രൂപ, ദിർഹം, ദിനാർ, ഡോളർ. ഇതുകൊണ്ട് എക്കോണമിയിലുള്ള സാധനങ്ങൾ വിലയ്ക്ക് വാങ്ങാം. സാരി, ചുരിദാർ, ഷർട്ടൊക്കെ വിലയ്ക്ക് വാങ്ങാം. അതിന്റെ മുകളിൽ അതോടൊപ്പം തന്നെ വർക്ക് ചെയ്യുന്ന സമയം എന്ന പ്ലാറ്റ്ഫോം കറൻസിയുടെ മുകളിൽ വർക്ക് ചെയ്യുന്ന മറ്റൊരു കറൻസിയാണ് ദൈവവചനം. ഈ കേട്ട വചനം ഉണ്ടെങ്കിൽ ദൈവരാജ്യത്തിൽ നിന്നുള്ള കാര്യങ്ങൾ നമുക്ക് എടുക്കാം. കേട്ട വചനം, രേമാവചനം, പാറ. പക്ഷെ ഇത് രണ്ടും വർക്ക് ചെയ്യണമെങ്കിൽ ഇതിന്റെ അടിയിൽ പ്ലാറ്റ്ഫോം കറൻസി സമയം വേണം. മനസ്സിലായോ? പിശാചിന്റെ മെയിനെയും ഇവൻ ആകപ്പാടെ ഇവിടുന്ന് ഈ പോയിന്റിന് ഇത്രത്തോളം വരാൻ ചിലപ്പോ 45 വർഷം ആകപ്പാടെ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. 45 വർഷം അവന് കൊടുത്തിട്ടുള്ളെങ്കിൽ പിശാചിന്റെ ലക്ഷ്യം അവന്റെ സേനയോട് പറയും, അവന്റെ ഈ 45 വർഷം അങ്ങ് അപഹരിച്ചേര്. ഇവൻ ദൈവ ഇഷ്ടം എന്തെന്ന് കേൾക്കരുത്. കേട്ടാലേ ചെയ്യൂ. കേൾക്കരുത്. രണ്ട്, കേട്ടാലും മറപ്പിക്കണം. അവനെ കൊണ്ട് ചെയ്യിക്കരുത്. സ്തോത്രം. ദൈവിഷ്ടം കേട്ടാൽ അവൻ സ്വർഗ്ഗ അവകാശമൊന്നും ആക്കത്തില്ലല്ലോ. ചെയ്താലല്ലേ അവകാശമാകുകയുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവനെ കേൾപ്പിക്കരുത്. ഇവനെ അങ്ങ് ബിസിയാക്കണം. എന്തിൽ? ഇവന്റെ ചിന്തയിൽ നല്ലതെന്ന് തോന്നുന്ന പലതിലും ഇവനെ ബിസിയാക്കണം. മനസ്സിലാവുന്നുണ്ട്? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് അവന്റെ ചിന്തയിൽ നല്ലതെന്ന് തോന്നണം, അതിൽ ബിസിയാക്കണം. നോക്കിയേ പ്രിയരെ, നല്ലത് ചെയ്തത് കൊണ്ടല്ല നമ്മൾ സ്വർഗ്ഗ അവകാശമാക്കുന്നേ. നാം ദൈവഹിതം അത് ഒന്നേ ഉള്ളൂ. റൈറ്റ് കാര്യങ്ങളെ ചൂസ് ചെയ്താൽ നാം അവകാശമാക്കും. ഗുഡ് ആൻഡ് റൈറ്റ് രണ്ട് വ്യത്യാസമാണ്. ഞാൻ കുറെ നല്ല കാര്യങ്ങളെ ചെയ്തു, അതല്ല ദൈവത്തിന് വേണ്ടേ. ദൈവത്തിന് റൈറ്റ് ആയിട്ടുള്ള കാര്യത്തെയാ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇവിടെ ഒരു മാരുതി കാറുണ്ട്. ആ മാരുതി കാറിന് ടയർ പോയാൽ
ഒരു മെഴ്സിഡസ് ബെൻസിന്റെ കാർ ടയറും കൊണ്ട് വന്നിട്ട് ഒരു കാര്യം, കൊണ്ടുവന്നവൻ വളരെ വില മുടക്കി നല്ല നാന്തരം ടയർ മേടിച്ചുകൊണ്ട് വന്നു. പക്ഷെ മാരുതിക്ക് ചേരുവോ? മാരുതിക്ക് ചേരില്ല. മാരുതിക്ക് വേണ്ടത് ഗുഡ് അല്ല വേണ്ടത്, മാരുതിക്ക് വേണ്ടത് റൈറ്റാ വേണ്ടേ. മനസ്സിലായോ? നല്ല മെറ്റീരിയൽ അല്ല വേണ്ടേ, കറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാ വേണ്ടേ. ഇതേപോലെ പ്രിയ ദൈവദാസന്മാരെ, ദാസിമാരെ, ഈ ഒരു വാക്യം വായിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. എബ്രായ ലേഖനം, എഫെസ്യ ലേഖനം 2-ാം അധ്യായം. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാവുന്നു. നാം ചെയ്തു പോരേണ്ടതിനെ ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ഈ ഒരു രഹസ്യം ദാസന്മാർ മനസ്സിലാക്കുക. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. പിന്നെ ശ്രദ്ധിച്ചോളണം, നാം ചെയ്തു പോരേണ്ടത്, ഞാൻ ചെയ്തു പോരേണ്ടതിന് ഇനി അത് ഞാൻ കണ്ടുപിടിക്കണ്ട, ഇനി ഞാനത് കണ്ടുപിടിച്ച് നടക്കണ്ട. കർത്താവ്, അയ്യോ എന്റെ മോൻ പാപ്പച്ചൻ BTH കഴിഞ്ഞല്ലോ, ഇനി ഞാൻ അവനെ എവിടെ കൊണ്ട് ഒരു പാസ്റ്റർ ആക്കും എന്ന് ചിന്തിക്കുന്നില്ല. മനസ്സിലായോ? ചിന്തിക്കുന്നില്ല. കർത്താവ് പറയുകയാണ്, കർത്താവ് ഇതെന്ത് ചെയ്തിരിക്കുക? മുന്നമേ ഒരുക്കിയിരിക്കുകയാ. നാം ഓരോരുത്തരും ജനിക്കുന്നതിന് മുമ്പ്, ജെറമ്യ ജനിക്കുന്നതിന് മുമ്പ് ജെറമ്യയെ പ്രവാചകനായി നിയമിച്ച ദൈവം. ഇനി ജെറമ്യ വേറെ എവിടെയെങ്കിലും പോയി ഇനി അവിടെ പാസ്റ്ററാകാൻ പോകണ്ട, വേറെ ശുശ്രൂഷയ്ക്ക് പോകണ്ട, വേറെ ഏത് ശുശ്രൂഷയ്ക്ക് ആ ജെറമ്യ പോയാലും അവന് പരാജയമായിരിക്കും. ഒരല്പ ദിവസങ്ങളിൽ നന്നായിട്ട് കൊണ്ടുപോയിട്ട് പിശാച് അവിടെയിട്ട് കൊടുക്കും. സ്തോത്രം. ദൈവം മുൻനിയമിച്ചത് എന്താണോ അത് മനസ്സിലാക്കി അവിടെ ഉറക്കണം. മനസ്സിലായോ? അവിടെയാണ് നമുക്ക് ജയം. അവിടെ നമുക്ക് സകല സപ്ലൈയും ഉണ്ട്. അല്ലാത്ത മേഖലയിൽ നമ്മൾ കരയേണ്ടി വരും. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഇത് ധ്യാനിക്കുക. ഞാൻ ചെയ്തു പോരേണ്ട പ്രവൃത്തി ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? മുന്നൊരുക്കിയിട്ടുണ്ട്. ഞാൻ അത് മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാൻ. സ്തോത്രം. അതിലാണ് എനിക്ക് പ്രതിഫലമുള്ളത്. സ്തോത്രം. മനസ്സിലായോ? ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മുഴുവൻ ഇതായിരിക്കണം ധ്യാനം, ഈ ചിന്ത. കർത്താവേ, എന്നെ എന്തിനു വേണ്ടിയാണ്, ഏത് പ്രവൃത്തി ചെയ്യാനാണ് അങ്ങ് മുന്നൊരുക്കിയത്? എനിക്ക് പറഞ്ഞു തരണമേ. അത് മനസ്സിലാക്കി അത് ചെയ്യണം. സ്തോത്രം. ഇവിടെ നോക്കിയേ, എന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. കർത്താവ് ഫോൺ അടിക്കാൻ പറഞ്ഞു, വ്യക്തമായിട്ട് മനസ്സിലാക്കി. ഇപ്പോ എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഫോൺ അടിക്കുക. കർത്താവ് പറഞ്ഞതിൽ നമ്മൾ ചെയ്താൽ സോഴ്സ് പ്രൊവിഷൻസ് ഒക്കെ എത്തിയിരിക്കും. കർത്താവ് പറയാത്തോടത്ത് പോയി നമ്മൾ നിന്നാൽ ഒരു സോഴ്സും വരത്തില്ല. നമ്മൾ കിടന്ന് കരയും. ചെറുവിരൽ പറയുക, കാലിലെ ചെറുവിരല, ഞാൻ മടുത്തു, എത്ര ഈ ഷൂവിന്റെ ഉള്ളിൽ കിടന്ന് ഞാൻ എത്ര നാളാ ഇനി ഇങ്ങനെ കഴിയണേ, എനിക്ക് വയ്യ ഈ ഷൂവിന്റെ ഉള്ളിൽ കിടക്കാൻ. അതുകൊണ്ട് എനിക്കിനി മൂക്കിരിക്കുന്നിടത്ത് ഇരിക്കണം. ചെറുവിരൽ ഒരിക്കലും വന്നിട്ട് അവിടെ നിന്ന് മുറിഞ്ഞ് മൂക്കിന്റെ അവിടെ വന്നിരുന്നു.